നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലികൾ താമസിക്കുന്ന ഗാസ അതിർത്തിയിൽ അബദ്ധത്തിൽ ബോംബിട്ട് സൈന്യം. ഗാസ അതിർത്തിയിൽ 550 ഇസ്രയേലികൾ താമസിക്കുന്ന പ്രദേശത്താണ് ഇസ്രയേൽ വ്യോമസേനയുടെ യുദ്ധവിമാനം ബോംബ് വർഷിച്ചത്. സാങ്കേതിക തകരാർ മൂലമാണ് ഇത്തരമൊരു അബദ്ധം പറ്റിയത് എന്നാണ് സൈന്യം ആ സംഭവത്തെ തുടർന്ന് പുറത്തുവിട്ട വിശദീകരണത്തിൽ പറയുന്നത്. സംഭവത്തിൽ ആർക്കും പരിക്ക് പറ്റിയതായി റിപ്പോർട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. നിറയിറ്റഴാക എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ബോംബ് വീണ തെക്കൻ ഗാസ അതിർത്തിയിൽ താമസിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസ സന്ദർശിച്ച ദിവസം തന്നെയാണ് സൈന്യത്തിന് ഇത്തരത്തിൽ ഒരു വീഴ്ച പറ്റിയത്. മാർച്ച് 18-ന് വീണ്ടും ആരംഭിച്ച വ്യോമാക്രമണ നിലവിൽ ഗാസയിൽ തുടരുകയാണ്. ബന്ദികളിൽ പകുതി പേരെ മോചിപ്പിക്കുകയാണെങ്കിൽ 45 ദിവസത്തേക്ക് വെടിനിർത്തണമെന്ന് ഇസ്രായേൽ പറഞ്ഞതായി ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കരാറിന്റെ ആദ്യ ആഴ്ചയിൽ പകുതി ബന്ദികളെ മോചിപ്പിച്ച് 45 ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. 45 ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കുക, സഹായങ്ങൾ എത്തിക്കുക എന്നിവയാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ. ഇവ ഈജിപ്തിൽ നിന്നുള്ള മധ്യസ്ഥർ അംഗീകരിച്ചെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. നിലവിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് ഗാസ കടന്നു പോകുന്നതെന്ന് UN വ്യക്തമാക്കി. 2023 ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചപ്പോൾ 251 ഇസ്രായേലുകാരെയാണ് ഹമാസ് ബന്ദികളാക്കിയത്. ഇത് 28 പേരെ ഇതുവരെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. നിലവിൽ ബന്ദികളാക്കപ്പെട്ടവരിൽ 34 പേർ ഇസ്രായേൽ സൈനികരാണ്. ഇതിനിടെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഗാസ സിറ്റിയിലെ ഏക ആശുപത്രി പ്രവർത്തനം നിർത്തി. ജെറൂസലേം ക്രൈസ്തവ രൂപത നടത്തുന്ന അൽ-അഹ്ലി ബാപ്റ്റിസ്റ്റ് ആശുപത്രിക്ക് നേരെയാണ് ആക്രമണം. ICU, സർജറി, ഫാർമസി, ലബോറട്ടറി ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ആക്രമണത്തിൽ തകർന്നു. 20 മിനിറ്റ് മുമ്പ് മാത്രം മുന്നറിയിപ്പ് നൽകിയായിരുന്നു ആക്രമണം. നിലവിലെ സാഹചര്യം പ്രവർത്തനം സാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞാണ് ആശുപത്രി അടച്ചിടാനുള്ള തീരുമാനം. അത്യാസന്ന നിലയിലുള്ള 50-ലേറെ രോഗികളെ എവിടേക്ക് മാറ്റുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും ആശുപത്രി അധികൃതർ പ്രതികരിച്ചിരുന്നു. അൽ-ഷിഫ ആശുപത്രി തകർത്ത ശേഷം ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന ഏക ആശുപത്രിയാണ് അൽ-അഹ്ലി. ഹമാസ് പോരാളികളുടെ കേന്ദ്രമെന്ന് ആരോപിച്ച് നേരത്തെ അൽ-അഹ്ലി ഉൾപ്പെടെ വിവിധ ആശുപത്രികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഫലസ്തീനിലെ റഫ നഗരം പൂർണ്ണമായി വളഞ്ഞ ഇസ്രായേൽ ആയിരങ്ങളെയാണ് പ്രദേശത്തു നിന്ന് പുറന്തള്ളുന്നത്. സൈനിക സമ്മർദ്ദത്തിലൂടെ ബന്ദികളെ വിട്ടയക്കാൻ ഹമാസിനെ നിർബന്ധിക്കുകയാണ് തങ്ങളെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം മാത്രം 37 ഫലസ്തീനികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കണമെന്ന ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രഖ്യാപനത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ഒന്നാണ് ഫലസ്തീൻ രാഷ്ട്രമെന്ന ആശയമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ യമനിലെ ഹൂതികൾ അയച്ച മിസൈലുകൾ ഇസ്രായേലിലുടനീളം ഭീതി പടർത്തി. അസ്കലോൺ, അഷ്ദോദ്, തെലവീവ് നഗരങ്ങളിൽ നീണ്ടനേരം അപായ സൈറണുകൾ മുഴങ്ങി. US കൈമാറിയ താഡ് ഉപയോഗിച്ച് മിസൈലുകൾ പ്രതിരോധിച്ചതായി ഇസ്രായേൽ പറഞ്ഞു. ബെൻഗൂരിയോൺ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മണിക്കൂറുകളോളമാണ് നിർത്തിവെച്ചത്. അതേസമയം ഗാസ യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട് മൊസാദ് മുൻ ജീവനക്കാരായ 250 പേർ സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസയിൽ 6 ആഴ്ചത്തെ വെടിനിർത്തലിനുള്ള ഇസ്രായേലി നിർദ്ദേശം ഹമാസ് ഭീകരർ തള്ളിയിട്ടുണ്ട്. ആക്രമണം അവസാനിപ്പിക്കുന്നതിനോ സൈന്യത്തെ പിൻവലിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശവും ഇസ്രായേൽ മുന്നോട്ട് വച്ചിട്ടില്ല എന്നാണ് മുതിർന്ന ഫലസ്തീൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. ഹമാസ് ആയുധം ഉപേക്ഷിച്ച് ഗാസ വിടണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നുമാണ് വെടിനിർത്തലിന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. ഹമാസിനെ നിരായുധീകരിക്കാനുള്ള നീക്കം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഹമാസ് വക്താവ് സാമി അബു സുഹ്രി വ്യക്തമാക്കിയത്. 1.5 വർഷം പിന്നിട്ട് ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 51,000 പിന്നിട്ടിരിക്കുകയാണ്. 1.16 ലക്ഷം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 6 ആഴ്ചത്തെ വെടിനിർത്തലിനും ഹമാസിന്റെ നിരായുധീകരണത്തിനും പകരമായി അവശേഷിക്കുന്ന ബന്ദികളുടെ പകുതി പേരെ മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നത്. ഹമാസ് ഗാസയുടെ സിവിലിയൻ സുരക്ഷാ നിയന്ത്രണം ഉപേക്ഷിക്കണമെന്ന് ഇസ്രായേൽ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഹമാസ് ഭീകരർ ആവശ്യപ്പെടുന്നത് ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങിയാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ്. നിരായുധീകരണം എന്ന ആവശ്യം ദീർഘനാളായി തന്നെ ഹമാസ് തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സ്വതന്ത്ര വിദഗ്ധ സംഘത്തിന് ഗാസ മുനമ്പിന്റെ നിയന്ത്രണം ഏൽപ്പിക്കാൻ തയ്യാറാണെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിട്ടുള്ളത്. യുദ്ധാനന്തരം ഗാസ പുനർനിർമ്മിക്കുന്നതിനായി ഈജിപ്ത് മുന്നോട്ട് വെച്ച പദ്ധതിയിലും ഇത്തരമൊരു നിർദ്ദേശം ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിന്റെ ലക്ഷണങ്ങൾ കാണാനില്ലെന്നാണ് ഇപ്പോൾ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കുന്ന അറബ് രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. പൂർണ്ണമായി കീഴടങ്ങലിന് ഹമാസ് സമ്മതിക്കില്ലെന്നും എന്നാൽ ഇസ്രായേൽ എപ്പോഴും ആവശ്യപ്പെടുന്നത് അതാണെന്നുമാണ് അറബ് മധ്യസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതിനും പകരമായി ഹമാസ് ബന്ദികളെ ഒറ്റയടിക്ക് കൈമാറാൻ തയ്യാറാണ് എന്നാണ് നേരത്തെ ചില ഹമാസ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നത്. ജനുവരിയിൽ ഇസ്രായേലും ഹമാസും ഘട്ടം ഘട്ടമായുള്ള വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിനു ശേഷം അത് ഇല്ലാതാവുകയായിരുന്നു. എന്നാൽ കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് വിസമ്മതിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസം 18-ന് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം പുനരാരംഭിക്കുകയായിരുന്നു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയവരിൽ 24 പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വടക്കൻ ഗാസയിലെ സൈനിക ക്യാമ്പുകൾ സന്ദർശിച്ചിരുന്നു.
ഹമാസ് ഇനിയും നിരവധി ആക്രമണങ്ങൾ നേരിടാൻ പോവുകയാണെന്ന് അദ്ദേഹം സൈനികരെ അഭിസംബോധന ചെയ്യുമ്പോൾ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.